വിധവും വ്രതം അനുഷ്ഠിച്ചാലുള്ള ഗുണങ്ങളും പറയാം. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. സുബ്രഹ്മണ്യ പ്രീതിക്കും ദുരിത നിവാരണത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഇഷ്ടസന്താനങ്ങൾക്കുമാണ് ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത്. തുലാമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ശുക്ലപക്ഷ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായി ആഘോഷിക്കുന്നത്. നവംബർ 18 സ്കന്ദഷഷ്ഠി വരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ സ്കന്ദഷഷ്ഠി ആർക്കും അനുഷ്ഠിക്കാം. മക്കളുടെ ഉയർച്ചയ്ക്കും മക്കളുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനും അമ്മമാർ അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. സന്താന സൗഭാഗ്യത്തിനും ജോലിയിൽ ഉയർച്ച നേടാനും നല്ല ജോലി ലഭിക്കാനും എന്നുവേണ്ട മക്കൾക്ക് വേണ്ടിയുള്ള ഏത് കാര്യത്തിനും അമ്മമാർക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം. തുലാമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ദിവസത്തിലെ സ്കന്ദഷഷ്ഠിക്കാണ് ഏറെ പ്രധാനം. സ്കന്ദഷഷ്ഠി വ്രതം 6 ദിവസത്തെ അനുഷ്ഠാനം ആവശ്യമാണ്. എന്നാൽ തലേ ദിവസം ഒരിക്കലെടുത്ത് ഷഷ്ഠി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. കൃത്യമായ ചിട്ടയോടും ഭക്തിയോടും കൂടി വേണം വ്രതം അനുഷ്ഠിക്കാൻ. 6 ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത്. ജീവിത സൗഭാഗ്യങ്ങൾക്കും കുടുംബ സൗഖ്യത്തിനും അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ, ഒരു സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. സന്താന ഭാഗ്യത്തിന് ഒരു വ്രതമുണ്ടെങ്കിൽ അത് ഷഷ്ഠി വ്രതം മാത്രമാണുള്ളത്. അത്രയേറെ ഫലസിദ്ധിയുണ്ട് ഈ വ്രതത്തിന്. ഷഷ്ഠി വ്രതം അനുഷ്ഠിച്ച് മനമുരുകി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടാകും. ചിട്ടയോടും ഭക്തിയോടും കൂടി സുബ്രഹ്മണ്യനെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഭഗവാൻ തരും. തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം ഉപവാസം അനുഷ്ഠിക്കാം. വ്രതം അനുഷ്ഠിക്കുന്നവർ രാവിലെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് പൂജാ റൂമിൽ സുബ്രഹ്മണ്യന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി നാമജപം ചെയ്യുകയും ആ ഒരു ദിവസം മുഴുവനും മുരുകന്റെ കീർത്തനങ്ങളും മന്ത്രങ്ങളും ഭക്തിപൂർവ്വം ചൊല്ലുന്നതും അത്യുത്തമമാണ്. അന്നേ ദിവസം വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുകയോ വെളുത്ത പൂക്കൾ കൊണ്ട് മാല ചാർത്തുകയും നല്ലതാണ്. ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യന്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് സ്കന്ദഷഷ്ഠി അഥവാ കന്ദകഷഷ്ഠി. മുരുകൻ, കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന സ്കന്ദൻ ശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ്. ശിവന്റെ 3ാം കണ്ണിൽ നിന്ന് പുറത്തു വന്ന തീപ്പൊരികളിൽ നിന്നാണ് സ്കന്ദൻ ജനിച്ചത്. ദക്ഷിണേന്ത്യയിൽ സ്കന്ദൻ ഗണപതിയുടെ ഇളയ സഹോദരനായും ഉത്തരേന്ത്യയിൽ ജ്യേഷ്ഠനായും കണക്കാക്കപ്പെടുന്നു. തുലാമാസത്തിലെ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠി. എല്ലാ മാസവും ഷഷ്ഠി വരുമെങ്കിലും കാർത്തിക മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഷഷ്ഠിയാണ് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നത്. ഇപ്രാവശ്യം തുലാമാസത്തിലെ കാർത്തിക കറുത്ത പക്ഷത്തിൽ വന്നതിനാൽ അടുത്ത മാസമായ വൃശ്ചികത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠിയായി എടുക്കുന്നത്. ഷഷ്ഠി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ കൃത്യമായ ഫലം ലഭിക്കും. ഷഷ്ഠി വ്രതം എടുക്കുന്നവർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് വ്രതത്തിന് പൂർണ്ണത നൽകും. ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് സന്താന ഭാഗ്യത്തിന് ഏറെ ഗുണകരമാണെന്ന് പറഞ്ഞല്ലോ. മഹാരോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരും ഷഷ്ഠി വ്രതമെടുത്താൽ രോഗശാന്തി ഉണ്ടാകും. സന്താനലാഭം, സന്തതികളുടെ ശ്രേയസ്, രോഗനാശം, ദാമ്പത്യ സൗഖ്യം, ശത്രുനാശം തുടങ്ങിയവയാണ് ഷഷ്ഠി വ്രതാനുഷ്ഠാനത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ. സന്തതികളുടെ ശ്രേയസ്സിന് വേണ്ടി മാതാപിതാക്കളാണ് ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കേണ്ടത്. തലേ ദിവസം ഒരു നേരമോ ഭക്ഷണം പാടുള്ളൂ. ഷഷ്ഠി ദിവസം ഉപവാസമാണ് ഉത്തമം. ആരോഗ്യപരമായി ഉപവാസം സാധിക്കാത്തവർക്ക് ഉച്ചപൂജയുടെ നിവേദ്യം ക്ഷേത്രത്തിൽ നിന്ന് കഴിക്കാം. ഓർക്കുക, ഏതൊരു വ്രതാനുഷ്ഠാനത്തിനും സമർപ്പണമാണ് പ്രധാനം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം ഞാനിവിടെ പറയാം.
സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത മുരുകനെ സ്വരൂപത്തിൽ തന്നെ വീണ്ടും കിട്ടുന്നതിനെ പാർവതി 108 ഷഷ്ഠീവ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും താരകാസുര നിഗ്രഹത്തിനായുള്ള യുദ്ധസമയത്തെ അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാർ വ്രതമെടുത്ത് ഫലസിദ്ധി നേടിയെന്നും പുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതാണ് ഒരൈതിഹ്യം. പിന്നെ വ്രതാനുഷ്ഠാനം എങ്ങനെയൊക്കെയെന്ന് പറയാം. പ്രഥമയിൽ തുടങ്ങി 6 ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ഠിവ്രതം. ഷഷ്ഠി ദിനം മാത്രമായും ഷഷ്ഠി ദിനത്തിന് പൂർത്തിയാകുന്ന പോലെ 6 ദിവസം തുടർച്ചയായും ഈ വ്രതം എടുക്കാം. സ്കന്ദഷഷ്ഠി അനുഷ്ഠാനത്തിൽ 6 ദിവസത്തെ അനുഷ്ഠാനം മികച്ച ഫലം നൽകുമെന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭുജംഗ, സ്കന്ദഷഷ്ഠി, കവചം, സ്കന്ദപുരാണം തുടങ്ങിയവ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ആദ്യത്തെ 5 ദിവസം ദേഹശുദ്ധി വരുത്തി മനഃശുദ്ധിയോടെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് ആഹാരക്രമങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം വരുത്തി സമർപ്പണ മനോഭാവത്തോടെ കഴിയുക എന്നതാണ് വ്രതനിഷ്ഠയുടെ ഭാഗം. കർശനമായി മാംസഭക്ഷണവും മദ്യവും ഒഴിവാക്കണം. വ്രത ദിവസവും തലേ ദിവസവും പകൽ ഉറങ്ങാൻ പാടില്ല. ഒരു നേരം അരി ആഹാരവും മറ്റു സമയങ്ങളിൽ ലഘുഭക്ഷണവും ആകാം. ഷഷ്ഠി വ്രതം എടുക്കുന്നവർ 6-ാം ദിവസം മുരുകക്ഷേത്രത്തിലെത്തുകയും വൈകുന്നേരം വരെ പൂജകളിലും മറ്റും പങ്കെടുത്ത് വ്രതം അവസാനിപ്പിക്കാം. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ധ്യാനത്തിന് ശേഷം കാർത്തികേയന്റെ ശിശുരൂപത്തെ ജലം കൊണ്ട് ശുദ്ധീകരിച്ച് പുഷ്പം, ചന്ദനം, ചന്ദനത്തിരി, വിളക്ക്, പഴങ്ങൾ, മധുര പലഹാരങ്ങൾ, വസ്ത്രങ്ങൾ മുതലായവ സമർപ്പിക്കാം. ഭക്തിയോടെ വ്രതം എടുക്കുന്നവർക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം. സ്കന്ദഷഷ്ഠി 6-ാം ദിവസമായി വരത്തക്ക രീതിയിൽ വേണം വ്രതം ആരംഭിക്കാൻ. പഞ്ചമി, ഷഷ്ഠി എന്നീ തിഥികളുടെ വ്രതം ഒരുമിച്ചാണ് വരുന്നത്. അടുത്ത ദിവസം പുലർച്ചെ കുളിച്ച് പ്രാർത്ഥിച്ച് തുളസിയിലിട്ട ജലവും സേവിച്ച് വ്രതം അവസാനിപ്പിക്കണം. സ്കന്ദഷഷ്ഠി വ്രതാനുഷ്ഠത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഭക്ഷണം സസ്യാഹാരം മാത്രം 6 ദിവസം, ധാന്യഭക്ഷണം 1 നേരം മാത്രം, മറ്റ് സമയങ്ങളിൽ പാൽ, പഴം, ലഘുഭക്ഷണം എന്നിവയാകാം. ആഹാര നിയന്ത്രണത്തിൽ അവനവന്റെ ആരോഗ്യമാണ് പ്രധാനം. അതുകൊണ്ട് മരുന്നുകൾ കഴിക്കുന്നവർ ഒഴിവാക്കരുത്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഉപവാസമാകാം. വ്രത ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ നിത്യവും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. കുമാരസൂക്തം, സ്കന്ദഷഷ്ഠി കവചം, സ്കന്ദപുരാണം മുതലായവ പാരായണം ചെയ്യുക. വൃശ്ചിക മാസത്തിൽ ആരംഭിച്ച് തുലാം മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലും 9 വർഷങ്ങൾ കൊണ്ട് 108 ഷഷ്ഠി എന്ന നിലയിലും വ്രതം അനുഷ്ഠിക്കാം. ജ്യോതിഷത്തിൽ സുബ്രഹ്മണ്യ വചനം ആണ് ചൊവ്വയ്ക്ക് പറയുന്നത്. ഗ്രഹനിലയിൽ ചൊവ്വാദോഷമുള്ളവരും ചൊവ്വാദശയുടെ അപഹാരം നടക്കുന്നവരും ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുന്നവരും ജാതക ഗണനം നടത്തി രാഹുകേതുക്കളുടെ സ്ഥാനം നോക്കി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഉചിതമായ ഭാവത്തിൽ പരിഹാരം ചെയ്താൽ ഒരുവിധപ്പെട്ട ദുരിതങ്ങളൊക്കെ മാറുകയെന്നാണ് പറയുന്നത്. പൂക്കളും മയിൽപ്പീലികളും കൊണ്ട് അലങ്കരിച്ച കാവടി ചുമലിൽ വഹിക്കുന്ന ഭക്തർ കാവടിയാട്ടമാണ് സ്കന്ദഷഷ്ഠി ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം. കാവടി ചുമക്കുമ്പോൾ വഹിക്കുന്ന പാപഭാരത്തെ പ്രതീകപ്പെടുത്തുന്നു. ജീവിതത്തിലെ തടസ്സങ്ങളിൽ നിന്ന് അവർക്ക് മോചനവും ലഭിക്കും. ഓം ശ്രീ ഷഷ്ഠി ദേവ്യ സ്വാഹ എന്ന മന്ത്രം താമര വിത്തുമാല ഉപയോഗിച്ച് 1100 തവണ ജപിച്ചാൽ മറ്റു ദോഷങ്ങളില്ലാത്തവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം ലഭിക്കും. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം നോക്കി വേണം കൃത്യമായ എണ്ണം നിശ്ചയിക്കേണ്ടത്. വിവാഹിതരാണ് ചൊല്ലുന്നത് എങ്കിൽ ദാമ്പത്യത്തിൽ ഉന്നതി ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ മയിലിനെ പൂജിച്ചാൽ സന്താനത്തിനുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒഴിവാകും. സുബ്രഹ്മണ്യ ഭഗവാൻ അഭിഷേകങ്ങൾ നടത്താനും ഉചിതമായ സമയമാണ് ഷഷ്ഠി. പാൽ, തേൻ, തൈര്, ഭസ്മം, പഞ്ചാമൃതം, പനിനീർ, ചന്ദനം, കുങ്കുമം, കരിക്ക്, നല്ലെണ്ണ, നെയ്യ് തുടങ്ങിയ വിവിധ വസ്തുക്കൾ കൊണ്ട് അഭിഷേകം നടത്താം. ഓരോന്നിനും ഓരോ ദശാപഹാര സമയത്തും ഓരോ ഫലങ്ങളാണ് ഉണ്ടാവുക. കാർത്തികേയ ഭഗവാന് താമരപ്പൂവും സുദർശന ചക്രവും അർപ്പിച്ചാൽ ദുശ്ശാഠ്യമുള്ള കുട്ടികളെ നേർവഴിക്ക് നടത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. യഥാവിധി ഓം ശരവണ ഭവ എന്ന മന്ത്രം 108 തവണയോ അതിൽ കൂടുതലോ ജപിക്കുന്നവർക്ക് അത്ഭുതപൂർവമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ സുബ്രഹ്മണ്യ ഗായത്രി ചൊല്ലാം.
സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. കുമാരമന്ത്രം പറയാം. ഓം നമ കുമാരമൂർത്തിയെ, സൗഭാഗ്യവർദ്ധനായ തേജസ്വിനിയെ, മോദമയായ ശിവാജ്ഞായേ നമ. സുബ്രഹ്മണ്യ മൂലമന്ത്രം ഓം വജ ബുൽവേ നമ. ഈ മന്ത്രങ്ങൾ അന്നേ ദിവസം ചൊല്ലുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കേണ്ടതും അതിൻ്റെ ഗുണങ്ങളും.